അങ്ങനെ നമ്മുടെ ഉറുമ്പിക്കര ട്രക്കിങ്ങിൻ്റെ മെയിൻ ട്രക്കിംഗ് ദിവസമായ ഇന്ന് രാവിലെ തന്നെ കുളിച്ച് റെഡിയായി നമ്മൾ താമസിച്ചിരുന്ന ഈ മൺവീടൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് നമ്മളെല്ലാവരും കൂടി ഇറങ്ങിയിരിക്കുകയാണ്. കുറച്ച് പേര് കൂടി റെഡിയായിട്ട് വരാനുണ്ട്. നമ്മൾ ഈ മൺവീടിൻ്റെ ഭംഗിയുള്ള കാഴ്ചകളൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്യാനായിട്ട് ക്യാമറയായിട്ടൊക്കെ ഇറങ്ങിയിരിക്കുകയാണ്. ഏതാണല്ലേ സെൽഫി അതിൽ നമുക്ക് എടുക്കാം. ഓ ഇവിടെ തന്നെ എങ്ങോട്ട് പോകണം? സ്വിമ്മിംഗ് പൂളാ, ഇറങ്ങിക്കോ. വേണ്ട, ഉദ്ദേശിച്ചത്ര ലുക്കില്ല. ഇതായിരിക്കും അല്ലേ ടാങ്കിൽ വരെ യൂസ് ചെയ്യുന്ന ആയിരിക്കും. ഇന്നലെ അയച്ച വീഡിയോ കിട്ടിയോ? ലാസ്റ്റ് ട്രക്കിലാണോ ഇനിയുള്ള ജീവിതം ആണോ? കല്യാണം അതായിരിക്കും എന്നാണ് എല്ലാരും ചോദിക്കുന്നത്. മലയാളം മേളാണ്. ഈ കാണുന്നതാണ് മൺവീട്ടിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ടെൻറ്റ് സ്റ്റേ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകളാണ് അവിടെ നിന്ന് കാണുന്നത്. അതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല, നിങ്ങൾ പോയി തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകളാണത്. രണ്ടുമുണ്ട്. നമുക്ക് ഏത് വേണമെന്ന് വെച്ചാൽ നമ്മൾ സെലക്ട് ചെയ്തെടുക്കണം. നമ്മൾ ഈ എടുത്തേക്കുന്ന വീഡിയോ ഇൻസ്റ്റാ 360 വെച്ചിട്ടാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ചതാണ് നമ്മുടെ ഫ്രണ്ട് നിഷാൽ. ഇൻസ്റ്റാ 360 വെച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോ ഫുള്ള് റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. അത് ഫ്രെയിം ചെയ്ത് മാറ്റുന്ന കാര്യവും ഡീറ്റെയിൽസുമാണ് പുള്ളിക്ക് പറഞ്ഞു കൊടുത്തത്. എന്താ മമ്മൂട്ടി രാവിലെ തന്നെ വീഡിയോ കണ്ടിട്ടില്ല. വീഡിയോ കണ്ടില്ല, നോക്ക്. വിഴിഞ്ഞത്തെ ഒരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ട്, അത് കണ്ടിരുന്നേക്ക് മമ്മൂട്ടിയെ വിളിക്കൂലായിരുന്നു. അതെ, അന്നൊക്കെ വിളിക്കത്തില്ലായിരുന്നു. ഈ വ്യൂ പോയിന്റിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മളിന്ന് പോകുന്ന മലയും ആ ഏരിയയൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. അതെല്ലാം നമ്മൾ നോക്കി അവിടെ നിന്നൊക്കെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് നല്ല ഭംഗിയുള്ള സ്ഥലമാണ് ഇവിടെയൊക്കെ. ഈ ചെടികളും ഇതുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും നിങ്ങൾക്ക്. നല്ലൊരു ഗ്രീനറിയും ചെടിയൊക്കെ നാച്ചുറലായിട്ട് തന്നെ വളരുന്നതെന്നാണ് തോന്നുന്നത്. നല്ല ഭംഗിയുണ്ട്, പൂക്കളും എല്ലാം നല്ല രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഇവിടെ മൺവീട്ടിൽ. കണ്ണടച്ച് ഒന്ന് കൗണ്ട് ചെയ്യാം. റീൽസ് എടുക്കൽ മഹാമഹം നടന്നുകൊണ്ടിരിക്കുകയാണിത്. റൈറ്റ് ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഓക്കെ. 1 2
സ്റ്റാർട്ട്. അങ്ങനെ റീൽസ് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എത്തിയിട്ടുണ്ട്. ചൂട് പുട്ടും കടലയായിരുന്നു. നല്ല ടേസ്റ്റി ഫുഡായിരുന്നു. അല്ലെങ്കിലും ഇങ്ങനെ ഗ്രൂപ്പായിട്ട് കഴിക്കുമ്പോഴത്തേക്കും അതിനൊക്കെ നല്ലൊരു പ്രത്യേക രുചിയായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ Insta360 ബുള്ളറ്റ് ടൈം എന്ന് പറയുന്ന ഒരു മോഡിലിട്ട് നമ്മളൊരു വീഡിയോ ഒക്കെ എടുത്ത്, അതെടുക്കുന്ന സമയത്ത് 1-2 പേർക്ക് തിരക്കിയിട്ട് നല്ല കിഴുക്കൊക്കെ കിട്ടിയായിരുന്നു. അതെടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ജീപ്പിൽ നമ്മുടെ ട്രക്കിംഗ് പോയിന്റിലോട്ട് പോകുന്ന വഴിക്ക് കണ്ടൊരു വെള്ളച്ചാട്ടമാണിത്. ഇവിടെ ഫുള്ള് വെള്ളച്ചാട്ടങ്ങളുടെ ഹോൾസെയിലാണ്. എന്താണെങ്കിലും കുഴപ്പമില്ല. വെള്ളമുണ്ടോ? ഒരു ബോട്ടിൽ മാത്രം മതിയോ? ഒരു ചെറിയൊരു ട്രക്ക് മാത്രമാണ് ഇന്നാണ് നമ്മുടെ വലിയൊരു ട്രക്ക് വരുന്നത്. അപ്പോൾ എല്ലാവരും ഹെൽത്തി വൈസൊക്കെ ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. അത്യാവശ്യം ഫിറ്റ്നസ്, അത്യാവശ്യം ഒരു മോഡറേറ്റ് ലെവൽ, അത്യാവശ്യം ഭയങ്കര ടിപ്പിക്കൽ അല്ല, എന്നാലും കയറാൻ പറ്റുന്ന ഒരു കൈൻഡ് ഓഫ് ട്രക്കിംഗ് ആണ് ഇത്. അപ്പോൾ ഇത് നമുക്ക് പക്ക ഒരു ട്രക്കിംഗ് ആണ്, ബോൾഡർ ട്രക്കിംഗ് എന്ന് പറയും. അതായത് ഈ പാറയിൽ കൂടിയൊക്കെ പതിഞ്ഞ് കയറാൻ. ഇന്നലത്തെ ഒരു കൈൻഡ് ഓഫ് ഇന്നലെ മിനി വെർഷൻ ആയിരുന്നു. ഇത് നമ്മളൊരു മേജർ പോർഷനായിട്ട് വരുന്നൊരു ട്രക്കാണ്. പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ പോണ വഴിക്ക് വാട്ടർഫോൾസ് ഉണ്ടാവും. അത് നമ്മൾ ക്രോസ് ചെയ്തൊക്കെ ആയിരിക്കും പോകുന്നത്. അപ്പോൾ സ്ലിപ്പറി, റോക്കൊക്കെ ഒന്ന് സ്ലിപ്പറി ആയിരിക്കും. സൂക്ഷിച്ച് മാത്രം പോവുക. ഓക്കെ. പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ മുകളിൽ മദാമക്കുളമുണ്ട്. അതുവഴി നമ്മൾ കറങ്ങിയായിരിക്കും, ഇതുവഴിയായിരിക്കും നമ്മൾ തിരിച്ചു വരുന്നത്. ഓക്കെ. അപ്പോൾ മദാമക്കുളം നമ്മൾ ഇറങ്ങത്തില്ല, ഇച്ചിരി ഡേഞ്ചറാണ്. നമ്മൾ വന്നിട്ട് നേരെ താഴെ കാണുന്ന നമ്മൾ ഒരു വലിയൊരു വാട്ടർഫോൾ ഉണ്ടല്ലോ, അവിടെ നിന്നായിരിക്കും കുളിക്കുന്നത്. അതാണ് നമ്മൾ പാപ്പാനി വാട്ടർഫോൾസ്. മോളിൽ നിന്ന് കാണും. മോളിൽ നമ്മൾ ക്രോസ് ചെയ്യും, പാപ്പാനി ക്രോസ് ചെയ്തിട്ടായിരിക്കും പോകുന്നത്. ഓക്കെ. അപ്പോൾ എല്ലാവരും ഓക്കെയാണ്. ബാക്കി മനോജ് ചേട്ടൻ എന്തായാലും ഗൈഡ് ചെയ്യും. മഴ പെയ്താൽ വളരെ സൂക്ഷിക്കണം. മുകളിൽ വലിയ വൈഡ് ഏരിയയാണ്. അവിടെ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ സഡൻ ഫ്ലോ ആയിരിക്കും വെള്ളം. അതുകൊണ്ട് വെള്ളത്തിൽ അധികം നേരം നിൽക്കാതെ നോക്കുക. വന്നു കഴിഞ്ഞാൽ വാഷ് ഔട്ടായി പോവുകയുള്ളൂ. ഒറ്റ പായ്ക്കായിട്ട് വേണം. ഇന്നലെ പോയ പോലെ നമ്മൾ പലതായിട്ട് തിരിയരുത്. ഒരൊറ്റ ഗ്രൂപ്പായിരിക്കണം. സഹായിക്കേണ്ടടുത്ത് പരസ്പരം സഹായിച്ച് തന്നെ പോവുക. എന്തെങ്കിലും ക്ഷീണമോ മടുപ്പോ തോന്നിയാൽ പറയുക. ഈ ട്രക്ക് ഫുള്ള് ചെയ്യണം, കാരണം തിരിച്ച് ഇങ്ങോട്ട് വരാൻ സാധ്യമല്ല. നമ്മളിവിടെ ഡ്രോപ്പ് ചെയ്തെടുത്ത് ഇവിടെ എത്തണം. 3:30 നമ്മുടെ ടൈം. ജീപ്പുകാരോട് പറഞ്ഞിരിക്കുന്നത് 3:30 എങ്കിൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് വാട്ടർഫോളിൽ സമയം ചെലവഴിച്ചതിന് ശേഷം കറക്റ്റ് സമയത്തെങ്കിലും എത്താൻ സാധിക്കുള്ളൂ. അപ്പം അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ. കാരണം പോകുന്ന വഴിക്കൂടി നമ്മൾ തിരിച്ചു വരുന്നത്. പോകുന്ന വഴിയിലൂടെ കഴിഞ്ഞാല് നിൽക്കാനോ അവിടെ വെയിറ്റ് ചെയ്യാനോ പറ്റത്തില്ല. ഇന്നലത്തെ പോലെ നമ്മൾ കറങ്ങി സർക്കിൾ ചെയ്ത് അതുവഴിയായിരിക്കും വരുന്നത്. ഓക്കെ. അതൊന്നാമത്തെ ഇതാണ്. ഓക്കെ. ഷാലി മൂവ്. ഓക്കെ. എത്തിയിട്ടില്ല, ബാക്കിയുള്ള എത്തിയിട്ടില്ല. എത്തി. വീഡിയോ എടുക്കാം. അങ്ങനെ നമ്മൾ കുറച്ച് ദൂരം നടന്ന് നമ്മൾ ഒരു വാട്ടർഫോൾസിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ഇതാണ് പാപ്പാനി വാട്ടർഫോൾസ്. നല്ല ഒഴുക്കുള്ള ഒരു വാട്ടർഫോളായിരുന്നു. മഴക്കാലമായതുകൊണ്ട് തന്നെ നല്ല വെള്ളം ഉണ്ടായിരുന്നു. നല്ലൊരു ബ്യൂട്ടിഫുൾ ഏരിയ ആയിരുന്നു ഇത്. ഇവിടെ നമ്മൾ റെസ്റ്റ് ചെയ്ത് ഫോട്ടോസും വീഡിയോസും റീൽസും ഒക്കെ എടുത്ത് എൻജോയ് ചെയ്തു. നമ്മൾ ഇത്രയും ദൂരം നടന്നു വന്നതിൻ്റെ ക്ഷീണമൊക്കെ ഈ വാട്ടർഫോൾസ് ഒന്ന് എൻജോയ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാം നമ്മുടെ ക്ഷീണം എല്ലാം മാറിയായിരുന്നു.
ഇതായിരുന്നു ഒരു ടാസ്ക്. നമ്മളിപ്പോൾ ഈ കണ്ട വെള്ളച്ചാട്ടം അതിനെ ക്രോസ് ചെയ്ത് വേണം നമുക്ക് ഇനി മുമ്പോട്ട് പോകാനായിട്ട്. ഇത് കാണുന്ന പോലെയല്ല, നല്ല കുത്തൊഴുക്കുള്ള ആ വെള്ളച്ചാട്ടത്തിനെ ക്രോസ് ചെയ്യാനായിട്ട് ഒരു വയറ് കെട്ടിയിട്ടുണ്ട്. അതിൽ പിടിച്ച് നമ്മൾ ക്രോസ് ചെയ്ത് മേളിലോട്ട് പോകണം. ഒന്ന് തെറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വീഡിയോയുടെ അവസാനം കാണുന്ന ഒരു വെള്ളച്ചാട്ടമുണ്ട്, അവിടെ വന്ന് കിടക്കും. അങ്ങനെ അത് ക്രോസ് ചെയ്ത് വീണ്ടും നമ്മൾ മേളിലോട്ട് കുറച്ച് ദൂരം ട്രക്ക് ചെയ്ത് മേളിലോട്ട് കയറിയപ്പോഴത്തേക്കും ആ വാട്ടർഫാൾസിൻ്റെ തന്നെ ഏറ്റവും ടോപ്പ് ഭാഗത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. അവിടെയും കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. പിന്നെ പോകുന്ന വഴിയെല്ലാം നല്ല സ്ലിപ്പറിയാണ്, വളരെ സൂക്ഷിച്ച് വേണം ഇവിടെയൊക്കെ കയറാനും അവിടെയൊക്കെ നിൽക്കാനും ഒക്കെ ആയിട്ട്. നല്ല സ്ലിപ്പറിയുള്ള സ്ഥലമാണ്, സൂക്ഷിച്ച് നിന്നില്ലെങ്കിൽ പണി കിട്ടും. അങ്ങനെ നമ്മൾ ഏറ്റവും ടോപ്പിലെത്തി ജേർണി ക്രാഫ്റ്റിൻ്റെ ദേശീയ ഗാനമൊക്കെ പാടി നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു വ്യൂ ആയിരുന്നു നമുക്ക് ഇവിടുന്ന് കിട്ടിയത്. നല്ല കോടയിൽ മുങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അല്ല സെയിം പേജ് വേണം.
ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ അടുത്ത ഒരു വെള്ളച്ചാട്ടത്തിലോട്ട് എത്തി. ഇവിടെ നമ്മൾ താഴെ ഇറങ്ങാൻ പെർമിഷൻ ഇല്ല നമുക്ക്. മദാമക്കുളം എന്നാണ് ഇതിൻ്റെ പേര്. നമ്മൾ വരുന്നതിൻ്റെ ഒരു കുറച്ച് ദിവസം മുമ്പ് 2 പയ്യന്മാർ ഇവിടെ വീണ് മരിച്ചായിരുന്നു. അതുകൊണ്ട് ഭയങ്കര ഡേഞ്ചർ സ്ഥലമായതുകൊണ്ട് ഇവിടെ ഇറങ്ങാനുള്ള പെർമിഷൻ നമുക്കില്ല. ജസ്റ്റ് വ്യൂ ചെയ്യാം. ഭയങ്കര ഡേഞ്ചറായിട്ടുള്ളൊരു വാട്ടർഫോളാണിത്, മദാമക്കുളം. നമ്മുടെ ട്രക്ക് ഏകദേശം തീരാറാവുന്ന സ്പോട്ടാണിത്. ട്രക്കിങ് കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഒരു വാട്ടർഫോളിൻ്റെ അടുത്ത് വന്നു. അവിടെ നമുക്ക് കുളിക്കാനുള്ള പെർമിഷൻ ഉണ്ട്. അവിടെ നമ്മൾ മുങ്ങി കുളിച്ചു. നമ്മുടെ ക്ഷീണം എല്ലാം മാറ്റി ഇവിടെ നിന്ന് നമ്മൾ തിരിച്ച് വണ്ടിയിൽ നമ്മൾ ട്രിവാൻഡ്രത്തേക്ക് പുറപ്പെടുകയായിരുന്നു ചെയ്തത്. നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട സ്ഥലമാണിത്. നിങ്ങൾ പറ്റുമെന്നുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും ഈ ഒരു സ്ഥലം വിസിറ്റ് ചെയ്യുക. ജേർണി ക്രാഫ്റ്റുമായിട്ട് കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത ട്രിപ്പിൽ നിങ്ങൾക്കും ജോയിൻ ചെയ്യാവുന്നതാണ്.